നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തമാണ്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച രാജ്യമാണല്ലോ റഷ്യ. അങ്ങനെ പല മേഖലകളിലും ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയാണ്. ആണവ സഹകരണം മെച്ചപ്പെടുത്താൻ ഇപ്പോൾ ഇന്ത്യയും റഷ്യയും മുൻപോട്ട് വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്തെ ആണവോർജ പദ്ധതിക്ക് പുറമെ പുതിയയിടങ്ങളിലും ഉയർന്ന ശേഷിയുള്ള ആണവോർജ യൂണിറ്റുകൾ നിർമ്മിക്കാനായി ഭാരതത്തെ സഹായിക്കാൻ തയ്യാറാണെന്ന് റഷ്യൻ ആണവ ഏജൻസി മേധാവി അറിയിച്ചു. റഷ്യയിലെ സെവർസ്കിൽ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് റോസാറ്റം സ്റ്റേറ്റ് ആറ്റോമിക് എനർജി കോർപ്പറേഷന്റെ ഡയറക്ടർ ജനറൽ അലക്സി ലിക്കാച്ചേവ് ഇക്കാര്യം അറിയിച്ചത്. പ്രത്യേകമായി സൃഷ്ടിച്ച ആണവ ഇന്ധന ചക്ര പ്രകാരം നിർമ്മാണം പുരോഗമിക്കുന്ന പ്രോറിവ് അഥവാ ബ്രേക്ക് ത്രൂ പദ്ധതി സന്ദർശിച്ചതിന് പിന്നാലെയാണ് സുപ്രധാന കാര്യം റഷ്യൻ മേധാവി പങ്കിട്ടത്. ഇന്ത്യയിൽ റഷ്യൻ രൂപകൽപ്പനയിലുള്ള ഉയർന്ന ശേഷിയുള്ള ആണവോർജ യൂണിറ്റിന്റെ ഒരു പരമ്പരയും ഭാവി പദ്ധതികളിൽ ഉൾപ്പെടുന്നുവെന്നും റോസാറ്റം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. റഷ്യയുടെ സഹകരണത്തോടെയാണ് തമിഴ്നാട്ടിലെ കൂടംകുളത്തെ ആണവോർജ പ്രൊജക്ട് പുരോഗമിക്കുന്നത്. 2002 ജലകേന്ദ്രീകൃത ആണവ റിയാക്ടർ പ്രവർത്തനം ആരംഭിച്ചത്. 2014 ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി. രണ്ടാമത്തേത് 2016 പ്രവർത്തനം ആരംഭിച്ചു. നിലവിൽ 2 റിയാക്ടറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശന വേളയിൽ കൂടംകുളം പദ്ധതിയുടെ 5ാമത്തെയും 6ാമത്തെയും റിയാക്ടറുകളുടെ നിർമ്മാണം സംബന്ധിച്ച് കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് കൂടംകുളത്തേത്. റഷ്യൻ ഇന്ത്യൻ സാങ്കേതിക ഊർജ്ജ വ്യവസായ സഹകരണത്തിന് നേർക്കാഴ്ചയാണിതെന്നാണ് ലിക്കാച്ചേവ് വിശേഷിപ്പിച്ചത്. ഏതായാലും ഇങ്ങനെ പല മേഖലകളിലും ഇന്ത്യയുമായുള്ള എല്ലാ ബന്ധവും കൂടുതൽ ദൃഢമാക്കുകയാണ് റഷ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഓഹരി കടപ്പത്ര വിപണികളിലും മറ്റു മേഖലകളിലും വൻതോതിൽ നിക്ഷേപം ഇറക്കാൻ റഷ്യൻ കമ്പനികൾ ഒരുങ്ങുന്നുണ്ട്. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതിന് പകരമായി ഇന്ത്യ നൽകുന്നത് രൂപയാണ്. നേരത്തെ ഈ രൂപ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു റഷ്യൻ കമ്പനികൾ ചെയ്തിരുന്നത്. ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരമായി ഈ രൂപയിൽ തന്നെ മടക്കി പേയ്മെന്റും നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ റഷ്യ വ്യാപാരത്തിൽ ഇന്ത്യയുടെ പങ്ക് കുറവായതിനാൽ സർപ്ലസ് ആയി രൂപ റഷ്യൻ കമ്പനികളുടെ പക്കലുണ്ടായിരുന്നു. അക്കൗണ്ടിൽ രൂപ കുന്നുകൂടുന്നതിനാൽ രൂപയിലുള്ള ഇടപാടിനോട് പിന്നീട് റഷ്യൻ കമ്പനികൾ വിമുഖത കാട്ടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോകാതെ ഇന്ത്യയിൽ തന്നെ രൂപയിൽ വൻതോതിൽ നിക്ഷേപം ഇറക്കാനുള്ള അവസരങ്ങളാണ് റഷ്യൻ കമ്പനികൾക്ക് ലഭിക്കുന്നത്. ഓഹരി വിപണി, സർക്കാരിന്റേത് ഉൾപ്പെടെയുള്ള കടപ്പത്രങ്ങൾ എന്നിവയിൽ റഷ്യൻ കമ്പനികൾ നിക്ഷേപം നടത്തിയേക്കും. മാത്രമല്ല ഇന്ത്യൻ സംരംഭങ്ങൾക്കും വികസന പദ്ധതികൾക്കും വായ്പ നൽകാനും റഷ്യൻ കമ്പനികൾ ഒരുക്കം നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ റഷ്യയും തമ്മിലെ എണ്ണ വ്യാപാരം രൂപയിലായതിനാൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തി ഉപരോധം ഏശില്ല. റഷ്യയുമായി ഡോളറിൽ ഇടപാടുകൾ നടത്തിയാലേ ഉപരോധം ബാധിക്കൂ. റഷ്യൻ കമ്പനികൾ രൂപയിൽ തന്നെയാകും ഇന്ത്യൻ ഓഹരി കടപ്പത്ര വിപണികളിൽ നിക്ഷേപം നടത്തുക എന്നതിനാൽ ഇതിനും ഉപരോധം ബാധകമാകില്ല.